എല്ലാവർക്കും മലയാളം മാത്സ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ 10ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രം വളരെ എളുപ്പത്തിന് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമായി തയ്യാറാക്കിയിട്ടുള്ളതാണ്. 10ാം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന ഭാഗമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൃത്തങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് 10ാം ക്ലാസ്സിൽ നമുക്കിനി പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഒരു പ്രവർത്തനം നോക്കാം. വൃത്തം വരയ്ക്കുക. ഇതുപോലെ ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിന്റെ വ്യാസം വരയ്ക്കുക. എന്നിട്ട് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുക. യോജിപ്പിച്ചു. ഇതുപോലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുക. അടുത്തത് വേറെ ബിന്ദു എടുത്ത് വേറെ വൃത്തത്തിലെ മറ്റൊരു ബിന്ദു എടുക്കുക. വ്യാസത്തിലെ അഗ്രബിന്ദുക്കളെ ഇതേപോലെ തന്നെ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവുമായി യോജിപ്പിക്കുക. ഇനി നമ്മൾ മറ്റൊരു ബിന്ദു എടുക്കുന്നു. വ്യാസത്തിലെ അഗ്രബിന്ദുക്കളെ ആ ബിന്ദുവുമായിട്ട് വീണ്ടും യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 1, 2, 3 കോണുകൾ ഇവിടെ ഉണ്ടായി. ഈ കോണുകൾ പ്രൊട്രാക്ട് ഉപയോഗിച്ച് നമ്മൾ അളക്കുക. ഒന്നാമത്തെ കോണ് ABC, രണ്ടാമത്തത് ADC, അടുത്തത് AEC. കോൺ ABC അളന്ന് ഇവിടെ എഴുതുക. അടുത്തത് കോൺ ADC. കണ്ടുപിടിക്കുക. പ്രൊട്രാക്ട് ഉപയോഗിച്ച് അളന്ന് ഇത് എത്രയെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ ABC. അടുത്തതായി AEC. കണ്ടുപിടിക്കുക. ഇനിയും നമുക്ക് അനേകം ബിന്ദുക്കളെ ഇതേപോലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ കോണുകൾ കാണാവുന്നതാണ്. ഇത് നമ്മൾ പരിശോധിച്ചാൽ എല്ലാ കോണുകളും ഇവിടെ നമുക്ക് കിട്ടും. പരിശോധിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 90 ഡിഗ്രി ആണെന്ന് കാണാം. എല്ലാ കോണുകളും നമുക്കിവിടെ ഓരോന്നും 90 ഡിഗ്രി ആണെന്ന് കാണാം. അപ്പോ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ മറ്റ് ഏതൊരു ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചാലും ഉണ്ടാകുന്ന കോണ് 90 ആയിരിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ഏതൊരു ബിന്ദുവായിട്ട് യോജിപ്പിച്ചാലും അവിടെ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ ഇവിടെ വരച്ചു നോക്കിയപ്പോൾ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഇവിടെ 90 ഡിഗ്രി ആണെന്ന് കിട്ടി. പക്ഷെ അത് എല്ലായ്പ്പോഴും ഇത് 90 തന്നെ ആയിരിക്കുമോ എന്ന് മനസ്സിലാക്കുന്നതിന് നമ്മൾ ഇതിനെ തെളിയിക്കണം. എങ്ങനെ നമുക്കിതിനെ തെളിയിക്കാം? ഈ ചിത്രം ശ്രദ്ധിക്കുക. O കേന്ദ്രമായ വൃത്തത്തിന്റെ ഒരു വ്യാസമാണ് AB. ഈ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലുള്ള ഒരു ബിന്ദു P യുമായി യോജിപ്പിച്ചിരിക്കുന്നു. ഈ കോണ് നമുക്ക് വേണ്ടത് ഈ APB എന്ന കോണ് 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ കണ്ടെത്തണം, തെളിയിക്കണം. ഇത് നമുക്ക് ഈ കോണ് ഈ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചുകൊണ്ടായ കോണാണ്. ഇത് 90 ഡിഗ്രി എന്ന് നമ്മൾ തെളിയിക്കണം. അത് എങ്ങനെയാണ് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് OP യോജിപ്പിക്കുക. OP യോജിപ്പിച്ചു. ഇവിടെ
രണ്ട് ത്രികോണങ്ങൾ കിട്ടുന്നു. ഒന്ന് ത്രികോണം എ ഒ പി, മറ്റൊന്ന് ത്രികോണം ബി ഒ പി. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത ഒ എയും ഒ പിയും ഒരേ വൃത്തത്തിലെ ആരങ്ങളായതുകൊണ്ട് ഇതിന് രണ്ട് വശവും തുല്യമാണ് ഈ ത്രികോണത്തിന്റെ. അതുപോലെ തന്നെ ഈ ത്രികോണത്തിന്റെയും രണ്ട് വശങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് ഈ ത്രികോണങ്ങൾ സമപാർശ്വ ത്രികോണമാകുന്നു. നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശത്തിന് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പോ ഈ കോണിന് നമ്മൾ എക്സ് എന്നെടുത്തു. എക്സ് എന്നിരിക്കട്ടെ. ഈ കോണിന് തുല്യമാണ്, ഈ രണ്ട് വശവും തുല്യമായതുകൊണ്ട് ഈ കോണിന് തുല്യമാണ് ഈ കോണ്. അതുകൊണ്ട് ഈ കോണും എക്സ് ആയിരിക്കും, അല്ലെ? ഇത് രണ്ടും തുല്യമായതുകൊണ്ട് ഈ കോണ് നമ്മൾ എക്സ് എന്നെടുത്തു. അതുകൊണ്ട് ഈ കോണും എക്സ് എന്നെടുത്തു. കാരണം തുല്യമായ വശം ഇത് രണ്ടുമാണ്, അതിനെതിരെയുള്ള കോണുകളാണ്. അതുകൊണ്ട് ഇത് രണ്ടും തുല്യം. അതുപോലെ ഈ കോണിനെ നമ്മൾ y എന്നെടുത്തു. അപ്പോ ഇത് രണ്ട് വശവും തുല്യമാണ്. ഈ കോണ് y ആയതുകൊണ്ട് തുല്യമായ കോണിന് എതിരെയുള്ള വശം ഈ തുല്യമായ വശത്തിന് എതിരെയുള്ള കോണാണ് ഇത് രണ്ടും. അതുകൊണ്ട് ഈ കോണും y എന്നെടുത്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ ത്രികോണം എ പി ബി എന്ന ത്രികോണം പരിശോധിച്ചാൽ അതിന്റെ മൂന്ന് കോണുകൾ, ഒന്ന് നോക്കിയാണ് എ, അടുത്ത കോണ് പി എന്ന കോണ് എക്സും ഒയും കൂടെ ചേർന്നതാണ്, ബി എന്ന കോണ് ഒയ് മാത്രം. അപ്പോ മൂന്ന് കോണും കൂടെ, ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണിന്റെയും കൂടെ തുക 180 ഡിഗ്രി ആയതിനാൽ എക്സ് അധികം ഈ കോണ് പി എന്ന കോണെന്ന് പറയുന്നത് എക്സ് അധികം വൈ, ഈ കോണ് വൈ. ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെയും തുകയായി ഇത് 180 ഡിഗ്രി ആണെന്ന്. ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണിന്റെയും തുക 180 ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി ഇത് കൂട്ടിയാൽ എക്സ് അധികം എക്സ് 2x, വൈ അധികം വൈ 2y സമം 180. ഇതിൽ 2 പൊതുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് അധികം വൈ സമം 180 എന്ന് കിട്ടുന്നു. ഇതിൽ എക്സ് അധികം വൈ സമം 180/2 സമം 90. അതായത് എക്സ് അധികം വൈ എന്ന കോൺ പി ആകുന്നു. അപ്പോ അതുകൊണ്ട് കോൺ പി സമം 90 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പോ നമുക്ക് ഇവിടെ തെളിയിച്ചു, ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലുള്ള ഏതൊരു, ഈ വ്യാസത്തിന്റെ അഗ്രബിന്ദു ഒഴികെയുള്ള മറ്റേതൊരു ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചാലും അവിടെ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഈ വസ്തുതയെ നമുക്കൊരു പൊതു തത്വമായിട്ട് രൂപീകരിക്കാം. ഇതിനെ നമുക്കൊരു പൊതു തത്വമായിട്ട് രൂപീകരിക്കാം. അതായത് ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ഏതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും അവിടെ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ മറ്റേതൊരു ബിന്ദുവായി, വൃത്തത്തിലുള്ള മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും അവിടെ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഉള്ള ഒരു തത്വം. ഈ 10ാം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന ഭാഗത്തിൽ നിന്നും ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന തത്വം ഇതാണ്. ആദ്യം നമ്മൾ ഇതിനെ പ്രവർത്തനത്തിലൂടെ മനസ്സിലായി, അതിനുശേഷം നമ്മൾ ഇതിനെ തെളിയിച്ചു. അപ്പോ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്, ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ഏതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും അവിടെ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിന്റെ വിപരീത പ്രസ്താവനയാണ്. അതായത് ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ
ഏതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രി ആയാൽ അത് വൃത്തത്തിലെ ഒരു ബിന്ദു ആയിരിക്കുമോ എന്നതാണ്. അതായത് എ ബി ഒരു വൃത്തത്തിന്റെ വ്യാസം എന്നിരിക്കട്ടെ, പി ഒരു ബിന്ദു. ഈ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ പി എന്ന ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന കോണ് 90 ഡിഗ്രി ആയാൽ ഈ ബിന്ദു എ ബി വ്യാസമായ വൃത്തത്തിൽ ആയിരിക്കുമോ? ഇത് മനസ്സിലാക്കുന്നതിന് നമുക്ക് ആദ്യമായിട്ട് ഒരു പ്രവർത്തനം നോക്കാം. എല്ലാവരും ചെയ്തു നോക്കുക. ആദ്യമായി ഒരു വൃത്തം വരയ്ക്കുക. വ്യാസം വരയ്ക്കുക. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിന് അകത്തുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുക. യോജിപ്പിച്ചു. ഇനി നമ്മൾ ഈ കോണ് അളന്നു നോക്കുക. നോക്കിയാൽ ഇത് 90-നേക്കാൾ കൂടുതലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിന് അകത്തുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുക. അപ്പോൾ ഉണ്ടാവുന്ന കോണ് നമ്മൾ അളന്നു നോക്കുക. എ ബി പി എന്നിരിക്കും. കോൺ എ പി ബി അളന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഇത് 90-നേക്കാൾ വലുതായ ഒരു കോണായിരിക്കും കിട്ടുക. അടുത്തതായി വൃത്തത്തിന് വെളിയിലുള്ള ഒരു ബിന്ദു എടുക്കുക. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിന്റെ വെളിയിലുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ കോണ് അളന്ന് നോക്കുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ കോണ് നമ്മൾ അളന്ന് നോക്കിയാൽ ആ കോണ് കാണാൻ കഴിയും. കോൺ എ ക്യു ബി അളന്ന് എഴുതുക. അത് 90-നേക്കാൾ കുറവാണെന്ന് കാണുന്നു. അതായത് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിന് അകത്തുള്ള ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചപ്പോൾ കിട്ടിയ കോണ് 90-നേക്കാൾ വലുതാണെന്ന് കാണാം. അതുപോലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിന് വെളിയിലുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചപ്പോൾ ഉണ്ടായ കോണ് 90-നേക്കാൾ ചെറുതാണെന്നും കാണുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് അകത്തുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ അത് 90-നേക്കാൾ വലുതായിരിക്കുകയും വെളിയിലുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ അത് 90-നേക്കാൾ ചെറുതുമായിരിക്കും. അപ്പോ വലിയ കോണ് 90-നേക്കാൾ വലുതാണെങ്കിൽ അത് തീർച്ചയായിട്ടും വൃത്തത്തിന് അകത്താണെന്നും 90-നേക്കാൾ ചെറുതാണെങ്കിൽ അത് വൃത്തത്തിന് വെളിയിലാണെന്നും കാണും. അപ്പൊ 90 ആകണമെങ്കിലും വെളിയിലാകാൻ പറ്റത്തില്ല, 90-നേക്കാൾ ചെറുതാകും. അകത്താകാനും പറ്റത്തില്ല, 90-നേക്കാൾ വലുതാകും. അപ്പൊ 90 ആകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ബിന്ദു വൃത്തത്തിൽ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇത് എല്ലായ്പ്പോഴും ശരിയാണോ എന്ന് കണ്ടെത്തുന്നതിന് നമ്മൾ ഇതിനെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇതുപോലെ ഒരു വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ച് വൃത്തത്തിനകത്ത് ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. പി എന്നിരിക്കട്ടെ. ഇത് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളുമായി യോജിപ്പിക്കുക. ഈ കോണ് കോൺ എ പി ബി ആണ്. നമ്മൾ നേരത്തെ വരച്ചപ്പോ കണ്ടെത്തിയതാണ്. ഇത് 90-നേക്കാൾ വലുതാണെന്ന് നമുക്ക് കിട്ടിയതാണ്. ഇത് നമ്മൾ എങ്ങനെ തെളിയിക്കാം? ഇത് എപ്പോഴും 90-നേക്കാൾ വലുതായിരിക്കും എന്ന് നമ്മൾ കണ്ടെത്തണം. അതിന് നമ്മൾ എ പി, ഈ എ പി എന്ന വരയെ ഇങ്ങോട്ട് നീട്ടി വൃത്തത്തിലെത്തിക്കുക. ആ ബിന്ദു ക്യൂ എന്നിരിക്കട്ടെ. എന്നിട്ട് നമ്മൾ ബി ക്യൂ എന്ന ബിന്ദു യോജിപ്പിക്കുക. ഇപ്പൊ ഇവിടെ കിട്ടിയ കോൺ എ ക്യു ബി എന്നത് ഒരു അർദ്ധവൃത്തത്തിലെ കോണാകും. അതായത് എ ബി വ്യാസമായ വൃത്തത്തിലെ അഗ്രബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടിയ കോണാണ് ഇത്. നമ്മൾ പഠിച്ചു 90 ഡിഗ്രി ആയിരിക്കും എന്ന് പഠിച്ചു.
ഈ കോണ് നമുക്ക് ഈ കോണ് 90-നേക്കാൾ വലുതാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. ഇത് എക്സ് എന്നിരിക്കട്ടെ, എക്സ് കോൺ എ പി ബി എക്സ് എന്നിരിക്കട്ടെ. അതുപോലെ കോൺ പി ബി ക്യു വൈ എന്നിരിക്കട്ടെ, വൈ. കോൺ എ പി ബി എക്സും കോൺ പി ബി ക്യു വൈ. അപ്പോ ഈ കോണ് കോൺ ക്യൂ എന്ന് പറയുന്നത് അർദ്ധവൃത്തത്തിലെ കോണായതുകൊണ്ട് അത് 90 ആയി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിന്റെ പുറംകോണിന്റെ അളവ് എതിർമൂലയിലെ ആന്തര കോണളവുകളുടെ തുകയ്ക്ക് തുല്യമാണെന്ന് നേരത്തെയുള്ള ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ പുറംകോൺ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് 90-ഉം ഈ വൈയും കൂടെ കൂട്ടുന്നതാണെന്ന് കാണാം. അതായത് കോൺ എക്സ് ഇസ് ഈക്വൽ ടു 90 90 അധികം വൈ എന്ന് കിട്ടും. അപ്പോ എക്സ് എന്ന കോണിന് തുല്യമാകണമെങ്കിൽ 90-ഉം വൈയും കൂടെ കൂട്ടുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാവാം എക്സ് എന്ന കോണിന്റെ അളവ് എല്ലായ്പ്പോഴും 90-നേക്കാൾ വലുതായിരിക്കും. കാരണം 90-നോട് വൈ എത്രയായാലും വൈ എന്ന ആംഗിൾ കൂടി കൂട്ടിയാലേ അത് എക്സിന് തുല്യമാകും. അപ്പൊ എക്സ് എന്നുള്ളത് എപ്പോഴും 90-നേക്കാൾ വലുതാണെന്ന് കിട്ടും. അപ്പോ ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിന്റെ അകത്തുള്ള ബിന്ദുവുമായി യോജിപ്പിച്ചാൽ എപ്പോഴും കിട്ടുന്ന കോണ് 90-നേക്കാൾ വലുതായിരിക്കും എന്ന് കിട്ടുന്നു. അടുത്തതായി വൃത്തത്തിന് വെളിയിലുള്ള ഒരു ബിന്ദു എടുക്കുക. എ ബി വ്യാസമായ വൃത്തത്തിന്റെ വെളിയിലുള്ള ഒരു ബിന്ദു പി അടയാളപ്പെടുത്തി ബിയുമായിട്ട് യോജിപ്പിക്കുക. ഈ കോണ് വൃത്തത്തിന് വെളിയിലുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചിട്ടുണ്ടായ കോണാണ് കോൺ എ പി ബി. നമ്മൾ നേരത്തെ പ്രവർത്തനത്തിലൂടെ കണ്ടതാണ്. ഈ കോണ് 90-നേക്കാൾ കുറവാണെന്ന് നമ്മൾ കണ്ടെത്തിയാണ്. നമുക്കിതെങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇത് ക്യൂ എന്ന് അടയാളപ്പെടുത്തുക, എന്നിട്ട് ക്യൂ ബി യോജിപ്പിക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയ കോണ് കോൺ എ ക്യൂ ബി ആണ്. ഇത് അർദ്ധവൃത്തത്തിലെ കോണാണ്. ഇത് വ്യാസമായുണ്ട്, ഇത് അർദ്ധവൃത്തത്തിലെ കോണാണ്. ഈ കോണ് 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രി ആയിരിക്കും. അടുത്ത ഈ കോണ് കോൺ എ പി ക്യൂ, കോൺ എ പി ബി എക്സ് എന്നിരിക്കട്ടെ. ഈ കോണ് ഉയർന്നും എടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ത്രികോണത്തിന്റെ പുറംകോണാണിത്. ഈ പുറംകോണ് എന്ന് പറയുന്നത് അതിന്റെ എതിർമൂലയിലെ ആന്തര കോണളവുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതായത് എക്സ് അധികം വൈ സമം 90. ഇത് പുറംകോണും ഈ കോണിന്റെ എതിർമൂലയിലെ ആന്തര കോണുകളാണ് എക്സും വൈയും. അപ്പൊ എക്സ് അധികം വൈ സമം 90 എന്ന് കിട്ടും. അപ്പൊ എക്സും വൈയും കൂടെ കൂട്ടിയാലേ 90 എന്ന് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 90-നേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ട് എക്സ് ലെസ് ദാൻ 90. എക്സ് എന്ന് പറയുന്നത് 90-നേക്കാൾ ചെറുതാണെന്ന് കിട്ടും. അപ്പോ നേരത്തെ നമ്മൾ കണ്ടത് അകത്തുള്ള ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചപ്പോൾ ഉണ്ടായ കോണ് 90-നേക്കാൾ വലുതാണെന്നും പുറത്തുള്ള ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചപ്പോൾ ഉണ്ടായ കോണ് 90-നേക്കാൾ ചെറുതാണെന്നും കിട്ടി. അതിനാൽ അകത്തും പുറത്തും അല്ലാതെ വൃത്തത്തിൽ തന്നെ യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണ് 90 ആയിരിക്കും. അപ്പൊ 90 ആയാൽ ആ ബിന്ദു വൃത്തത്തിലെ ഒരു ബിന്ദു തന്നെ ആയിരിക്കും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. നമ്മൾ ഇവിടെ കണ്ടെത്തിയത് ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ ഏതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും അവിടെ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രി ആയാൽ ആ ബിന്ദു ഇത് വ്യാസമായ വൃത്തത്തിലെ ബിന്ദു ആയിരിക്കും എന്ന് നമ്മൾ കണ്ടെത്തി.